ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മല്ലു ഫാമിലി സുജിൻ അതുൽ. അപ്പോൾ അതുൽ വ്ളോഗിനെ തെറി പറഞ്ഞുകൊണ്ട് മല്ലു ഫാമിലിയുടെ സുജിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങൾ ഊഹിക്കാമല്ലോ. അതുലിനൊപ്പം ആണെന്ന് നിങ്ങൾ കരുതും, പക്ഷേ അല്ല. സീരിയസ് ആയിട്ടും ഇതിൽ സുജിൻ പറയുന്നത് 100-150% കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമാണ്. സുജിനെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കുറച്ച് ഈ ക്രിമികീടങ്ങൾ ഈ പറയുമാതിരി പ്രത്യേകിച്ചും അതുൽ വ്ളോഗിൻ്റെ ചാനലിൽ കൂടുതലും ഫോളോ ചെയ്തേക്കുന്ന ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന അലവലാതിയുടെ ഫാൻസാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് ഈ പറയുമാതിരി ആസനത്തിലെ തീട്ടെന്നൊക്കെയുള്ളൊരു ജീവിതമാണ്. കുറേ നാൾക്ക് മുമ്പ് അതിൽ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അന്നും ഇതേ കണക്ക് തന്തയ്ക്ക്, ഇന്നും സുജിനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അതിൽ നിനക്ക് തന്തയുടെ വില എന്താണെന്ന് അറിയില്ലേ? ആരെ കണ്ടാലും തന്തയ്ക്ക് വിളിക്കുക. ഇവനും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഈ അതുൽ എന്ന് പറയുന്നവനും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഇത് വന്നപ്പോൾ നിങ്ങൾ കണ്ടു. അവൻ അടിസ്ഥാനപരമായിട്ട് ആ കേസ് എന്താണെന്ന് വരെ അറിയാഞ്ഞിട്ടും അവൻ തന്തയ്ക്ക് പിറക്കാരി എന്നൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നില്ല. കാര്യം ഇവന് വാല്യൂ ഇല്ല. ഇവനൊരു വില ആ മനുഷ്യന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവ കണ്ടവരെ മൊത്തം തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യില്ല. ശരിയാണ്, നമ്മളോട് തോന്നിവാസം പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിന്നിട്ട് ആ ഒരു കൺസെപ്റ്റോടെ കാണാത്ത ആൾക്കാരെ നമുക്ക് ഇത് ചെയ്യാം. ഇവൻ്റെ പല ഇഷ്യൂസിലും നമ്മൾ സഹായിച്ചിട്ടുള്ളതാണ്. ആസ് എ പേഴ്സൺ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഇമോഷണലി എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഈ സുജിൻ്റെ കാര്യത്തിൽ സുജിൻ പറയുന്നത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അത് അതുലായാലും ഈ പറയുമാതിരി ഇറ്റ്സ് മീ കൈസ് ആയാലും ഈ രണ്ട് നാറികൾ ആസനം എന്നൊക്കെയാണ് ഇവന്മാർ. സുജിൻ്റെ റീസെൻ്റ്ലി സുജിൻ പറ്റിക്കുന്നു എന്ന് പറയുന്നത്. എടാ, ഈ സുജിൻ ചെയ്ത് തന്നെ അല്ലേ ആർജയും അതേ കണക്ക് ഉണ്ണി വ്ളോഗൊക്കെ ചെയ്തത്? നീ അവരുടെയൊക്കെ തന്തയ്ക്ക് വിളിക്കാൻ എന്തായിരുന്നു? ഷസാമ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഷസാമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പറയുമാതിരി ഈ സംഭവം ഇവരുടെ ആരെയും തന്തയ്ക്ക് വിളിക്കാത്ത എന്തായിരുന്നു കാര്യം? അതൊക്കെ ഇറ്റ്സ് മീ കൈസ് അടങ്ങുന്ന വലിയ സംഘടനയിലെ മെമ്പേഴ്സ് അല്ലേ. എന്തായാലും നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ വീഡിയോ ഒന്നും ഇത് ചെയ്യുന്നില്ല. നമുക്ക് ഈ സുജിന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതുപോലെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് അറിയാലോ, മല്ലു ഫാമിലി എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതേപോലെ ലോകത്തില്ലാത്ത പ്രശ്നങ്ങൾ മല്ലു ഫാമിലിക്ക് ഉണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഇതാക്കിയതോടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ഒരു മുടി എനിക്ക് ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് ഈ മല്ലു ഫാമിലിക്ക് ഇതിനോട് റിയാക്ട് ചെയ്യാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഇതിലെന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും ക്ഷമ ചോദിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാനൊരാളെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവനെ ഞാൻ ഇന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവന്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പൊന്നൂസപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഇന്നാണ് സുജിൻ ഇവൻ്റെ വീഡിയോ കാണുന്നത്. ഇവൻ ലിസ്റ്റ് ഈ സുജിനുമായിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ബന്ധപ്പെട്ടിരുന്നു. ഇവന് കൈസിനെ അറിയാം, അല്ലാതെ ഈ ക്രിമികീടത്തെ ഒന്നും അവനെ അറിയില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വലിയ കുറ്റമായിട്ടൊക്കെ അതിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു. എടാ, ആക്ച്വലി നിന്നെ അവൻ അറിയില്ല, നിന്നെ കൺസിഡർ ചെയ്യുന്നില്ല അവൻ. നീ ഏതാണ് തീട്ടമേ എന്നാണ് അവൻ ചോദിക്കാറുള്ളത്. അപ്പം ഈ കാര്യത്തിൽ പറയുന്നത് 100% ശരിയാണ്. ഈ അതുൽ എന്ന് പറയുന്നവനെ ഇവനറിയില്ല. അതിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവൻ നമ്മളെ എപ്പോഴും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവന്റെ വീഡിയോസ് ഇരുന്നിപ്പോ നോക്കി. അപ്പൊ ഇവന്റെ വീഡിയോസ് മുന്നേ ചെയ്ത വീഡിയോസുകളെല്ലാം ഞാനിരുന്ന് കണ്ടപ്പോ എന്താ അറിയില്ല, എനിക്കിങ്ങനെ കേറി ആ ഒരു ചൂടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്തതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ഭവിഷ്യത്തുക്കൾ എനിക്ക് അതുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അവര് കൊടുക്കാനുള്ളത് ശരിയാണ്. കാര്യം ഈ ഒരു 2 ചാനലുകൾ, ഈ ഇറ്റ്സ് മീ കൈസ് ആയാലും ഇവരെ സ്വന്തമായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്. അതെന്തോ ആയിക്കോട്ടെ, ഉണ്ടാക്കിയോ പറ്റിച്ചോ എന്തോ വേണമെങ്കിലും ചെയ്തിട്ട്. പക്ഷേ നാട്ടുകാരുടെ മൊത്തം തന്തയ്ക്ക് വിളിക്കുന്ന ഈ 2 ചാനലുകൾ തന്തയ്ക്ക് പിറക്കാഴി ഇവന്മാർ പിന്നെ എന്തിനാണ് ഉണ്ടായത്? ഈ അതിലായാലും കൈസായാലും എന്തിനാണ് ഉണ്ടായത്? തന്തയ്ക്ക് തന്നെയല്ലേ ഉണ്ടായത്. പിന്നെ പല തന്തയാണോ? എടാ, സത്യം പറഞ്ഞ് ഇത്രയൊക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇടാനൊക്കെ ഉള്ളത്? ബയോളജിക്കലായിട്ട് ഒരു മനുഷ്യന് ഒരു തന്തയ്ക്കേ ജനിക്കുള്ളൂ. ഇത് കോമൺ സെൻസാണ്. നീ നിൻ്റെ കൂടെ അല്ലെങ്കിൽ നിൻ്റെ ചാനൽ കാണുന്നവർക്ക് എന്ത് വാല്യൂ ആണ് നീ കൊടുക്കുന്നത്? നീ പറയുന്ന എല്ലാം പൊട്ടത്തരമാണ്. പോട്ടെ,
ഈ പറയുമാതിരി സെക്സ് സംബന്ധമായ കുറേ കണ്ടന്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഈ പറയുമാതിരി അഞ്ജിത നായരുടെയൊക്കെ കണ്ടന്റുകളൊക്കെ ചെയ്യാറുണ്ട്. അവർ ഡ്രസ്സ് ഇട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് അവർ സെക്ഷലായിട്ടുള്ള ഇത് കാണുന്നതിന് കുഴപ്പമില്ല. ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനെല്ലാം പോയിരിക്കും. ഇവനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, അവൻ എന്നെയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിലും അങ്ങനെ ആയിരുന്നു. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കാറില്ല. അപ്പം ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ജിതയുടെ ഒരൊറ്റ വീഡിയോ കാണാതെ പൈസ കൊടുത്ത് എമൗണ്ട് കൊടുത്ത് കാണുന്നത് വരെ അവർ പോയി കാണും. ഒരു ഉളുപ്പമില്ലാതെ കാണും. കണ്ടിട്ട് ഇവർക്ക് അങ്ങോട്ട് കുറ്റമാണ്. ഇവരാണ് ഈ സമൂഹത്തിലെല്ലാം ഇത്. സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഈ അഞ്ജിതയെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ നീള നമ്പ്യാരെ പോലുള്ള ആൾക്കാർ സമൂഹത്തിന് ചെയ്യുന്ന ഒരു ഉപകാരം തന്നെയാണ്. കുറേ ഞരമ്പ് രോഗികൾ അവിടെ പോയിരിക്കും, മറ്റ് ലൈവുകളിലൊന്നും പോയി അസഭ്യം പറയത്തില്ല. അപ്പം ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള കുറേ ആൾക്കാർക്ക് ഉള്ള ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് വളരെയേറെ കൂടുതലാണ്. ഈ പറയുമ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. അവർക്കൊരു ആശ്വാസം തന്നെയാണ് ഇത് കണക്കുള്ള കമ്പി ചാനലുകൾ. അപ്പോൾ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുവാണ്, ഇവർ അനുകൂലിച്ചിട്ട് ഇവൻ്റെ മോശം പിക്ചേഴ്സ്, ഞാനതൊരിക്കലും മോശം പിക്ചേഴ്സായിട്ട് അല്ല ഇട്ടേക്കുന്നത്. ഞാൻ അവർക്ക് വാല്യൂ കൊടുത്ത് അവരിട്ടേക്കുന്ന നല്ല പിക്ചേഴ്സ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പം അത് ആരായാലും ഒരാളായാലും എന്തുവാന്ന് സെക്സി ആയിട്ടിരിക്കുന്ന ഫോട്ടോസ് ഞാൻ വെക്കാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അത് തംബ്ലൈനിന് ഒരു ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതി എൻ്റെ വീഡിയോയിൽ ഇവരാരും മോശക്കാരാണ്, ഇവരെല്ലാവരും മറ്റേ പണി ചെയ്യുന്നവരാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. അതിന് അന്തസ്സില്ലെന്നും ഞാൻ പറയത്തില്ല. അവരവരുടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന അവരവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അതുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം എന്തായാലും അവർ കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യണത്. അവൻ്റെ വീഡിയോ 10 മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവൻ എന്നെ ഇപ്പോട്ട വീഡിയോസിന് അവന് 2 മണിക്കൂർ മുന്നേ മുന്നിട്ടതാണ്. അങ്ങനെ അവന് ഒരാഴ്ചക്കുള്ള കണ്ടന്റ് ഒറ്റയടിക്ക് കൊടുക്കുകയാണ്. അവൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽ വ്ളോഗ്സ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം എന്തായാലും തുടങ്ങാണ് ഞാൻ. അവൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ സൈഡ് കൊടുക്കുക. അവന് കറക്റ്റ് മറുപടി ആയിട്ട് കൊടുക്കണം ഞാൻ. കാരണം അവൻ്റെ മുന്നിൽ കുറച്ച് ഞാൻ ഇന്നാണ് ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നത്. അതുപോലെ എൻ്റെ വീഡിയോ ഇന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പം ഞാൻ എനിക്ക് ഈ പറഞ്ഞുള്ള മറുപടി എനിക്ക് തരാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഇവിടെ എൻ്റെ ഒരു ചാപ്റ്റർ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്നെ വെച്ച് ഇനിയും കണ്ടന്റ് ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോസിന് പോലും കൂടി എനിക്ക് അവിടെ കണ്ടന്റ് കിട്ടി. ഓക്കെ എന്നെ വിറ്റ പൈസ കുറെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഞാൻ ഇന്നാണ് കാണട്ടോ എന്നെ പറ്റി ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്നാണ് കാണുന്നത്. ഞാൻ കൈസിനെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാണ് അന്നെ ശ്രദ്ധിച്ചത്. അപ്പൊ എന്തായാലും ഓന്റെ വീഡിയോ നമുക്ക് ഇവിടെ തുടങ്ങാം. ഞാൻ സൈഡിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഇവനും കാണിക്കാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു റിയാക്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെയ്ക്കും ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇവന് സത്യമാണ്. ഈ പറയുന്ന സുജിന് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അവർ മാക്സിമം പോസിറ്റീവ് കാര്യങ്ങളാണ് ഇടുന്നത്. പലരും ഈ പറയുന്ന കുത്തി ചോദിക്കാൻ നേരത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവർ സംസാരിക്കുന്നത്. അത് ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു വലിയൊരു വിഷമകരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. കാര്യം എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. അത് ഫാമിലി വ്ളോഗേഴ്സിനുള്ളതാണ്. അവർ ഫാമിലി വ്ളോഗേഴ്സ് ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ അവർ നേരത്തെ മാറിയാണ്. ഇവരെല്ലാവരും മാറിയാണ്. സീരിയസ് ആയിട്ടും പറയുവാണ്. ഫാമിലി വ്ളോഗേഴ്സിന് ഒരുപാട് ടോക്സിക്കായിട്ട് ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർ ഈ പറയുമാതിരി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അതിന് മറുപടി കൊടുക്കേണ്ടി വരും. കാര്യം അത് ചാനലിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. പക്ഷേ ഇയാൾ വേറൊരാളെ വന്നിട്ട് കുറ്റം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് കേട്ടുപോകാം. കണ്ടപ്പോ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് ഇവനെ പേഴ്സണലായിട്ട് അറിയാം. ഞാൻ പറഞ്ഞേ ഇവന് ഫസ്റ്റ് ടൈം കാണട്ടോ. ഇവന്റെ വീഡിയോ തന്നെ ഇന്നാ ഞാൻ ആദ്യം കാണുന്നത്. ഞാൻ ഇന്നെ ട്രോളുന്ന ആരെ കാണാൻ പറഞ്ഞ കൈസിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒരാൾ എനിക്ക് അറിയാം. പിന്നെ സീക്രട്ട് സായിബ്രോനെ പിന്നെ എനിക്ക് മുന്നേ തൊട്ട് അറിയാം. പക്ഷെ ഇവൻ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പേടിച്ചെന്നുള്ള കാര്യം ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ഇത് മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് ആഴത്തൊരു ദേഷ്യങ്ങളൊന്നും. പക്ഷെ എന്താണെന്നറിയില്ല, ഇവന്റെ വീഡിയോ കണ്ട ഇവനെ ഇതിന് മുന്നേ 2-3-5 വീഡിയോ എന്നെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് കൂട്ടത്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു മനസമാധാനത്തിന് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങളിത് ഇഷ്ടപ്പെട്ടതിനായിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇതാക്കി വിട്ടേക്ക്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും അതെനിക്കൊരു ഇതല്ല. ഓക്കെ, ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ തുടങ്ങാം. നമുക്ക് അവൻ എന്നെ പറ്റി കേട്ടുകൊണ്ടിരിക്കട്ടോ. നമസ്കാരം. പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന
ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ. അമ്മാതിരി ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും മൂക്കും വാങ്ങി കൂട്ടി ആ നാട്ടുകാരെ വായിരിക്കണം കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറി കയറി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബ സ്വത്തായിട്ട് നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ടാൽ അണക്കെന്ത് മൈര പണി അണക്കെന്താ പണി? അണക്ക് മറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് നാട്ടിൽ നടക്കല എന്റെ പണി, അല്ലാണ്ട് അണക്കെന്താ പണി അതിന്റെ മോനെ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കെന്താ പണി. ഇപ്പോ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്കിവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതായത് എന്നെ പറ്റിയിട്ട് സോ ഇതിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഈ മല്ലു ഫാമിലിയുടെ വ്ളോഗ് ഞാൻ അങ്ങനെ കാണാറില്ല, മിക്കവാറും കണ്ടന്റ് ബേസ് ചെയ്തതായിരിക്കും. ഇവരെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഇടാറുള്ളത്. കാര്യം അവരുടെ ഗതികേടാണ് ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ വെറുതെ എടുത്തിട്ട് തോന്നിയ ദിവസം കാണിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, അതുപോലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. മറ്റേ ഈ ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഒരു കുടുംബ പ്രശ്നം, നമ്മുടെ എന്തുവായിരുന്നു പ്രവീൺ പ്രണവ്, ആ ഒരു ചാനലിൻ്റെ ഇത് എത്ര വീഡിയോ ആക്കി. ഒരു മാന്യത വേണ്ടേ? അത് അവരുടെ കുടുംബ വിഷയമാണ്, അതൊരു മാന്യത വേണം. പക്ഷെ ഒരു മാന്യത ഇല്ലാതെ എത്ര കണ്ടൻറ്റ്, കണ്ടിന്യൂ ആയിട്ട് എത്ര കണ്ടൻറ്റ്, അത് ഇച്ചിരി ഓവറാണ്. ഇച്ചിരി ഓവറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവൻ പറയുന്ന ഈ തന്തയ്ക്ക് ഉറക്ക കഴിയുക പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് കഞ്ഞി പിടിച്ച് പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെയുള്ള ചെറ്റത്തരം കാണിക്കുമ്പോൾ അത് പറയുക തന്നെ വേണം. എന്തായാലും സുജിന് ഇത് പറയാൻ തോന്നിയതും ഒരുപാട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതുലിനെതിരെ ഉള്ള പൂർണ്ണമായിട്ടുള്ള ഇത്. കാര്യം അതുള്ളൊരു നിലപാടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവൻ എത്തിക്സ് ഉണ്ടെന്നൊക്കെ അവൻ പറയുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഒരു രീതിയിലുള്ള എത്തിക്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാര്യം അവൻ എൻ്റെ വിഷയത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് വേറൊരു സംഭവം. അത് സമൂഹം അല്ലെങ്കിൽ നമുക്ക് ഈ കൈസ് പറയുന്ന എന്ത് സംഭവമാണ് അതാണ് വെളിയിലേക്ക്, അല്ലെങ്കിൽ കൈസിൻ്റെ ഇത് എന്നുള്ള ഒരു കൈസിൻ്റെ ഒരു കൂലിപ്പട്ടാളമാണ്. കൈസ് പറയുന്നതൊക്കെ ജീവിക്കുന്ന, കൈസ് പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന, കൈസിൻ്റെ എന്തുവാന്ന് ഒരു എന്തുവാന്ന് ചാവാലിപ്പട്ടി, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. കൈസ് പറയുന്നതാണ് അവൻ്റെ നിലപാട്, കൈസിനേ നിലപാടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.